നിരവധി പ്രാസംഗികരെ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് എത്തിച്ച പഠിതാക്കളുടെ സംരംഭമായ ലൗ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ പുതിയ പ്രോഗ്രാം എന്നെ സ്വാധീനിച്ച ഖുർആനിക വചനം. ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ലൗ ദ ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ സ്വാധീനിച്ച ഖുർആനിക വചനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പാരായണത്തിൽ തജ്വീദ് നിയമങ്ങൾ പാലിക്കണമെന്നോ അതിൻ്റെ അർത്ഥതലത്തിലേക്ക് പോകണമെന്നോ ഉണ്ടായിരുന്നില്ല. ഖത്തം തീർക്കുക എന്ന ലക്ഷ്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. എന്നാലും എൻ്റെ ഉള്ളിൽ ഖുർആൻ്റെ അർത്ഥം പഠിക്കണമെന്ന് ഉള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ ഖുർആൻ ക്ലാസ്സിനായിട്ടിരിക്കുമ്പോൾ എനിക്ക് ലൗ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനെ പരിചയപ്പെടാൻ സാധിച്ചു. ഒരു ലിങ്ക് എൻ്റെ കണ്ണിൽപ്പെടുകയും ആ ലിങ്ക് തുറന്നു നോക്കിയപ്പോൾ പരിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായമായ സൂറത്തുൽ ഖമറിലെ 4 പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഒരു ആയത്തായിരുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന ആയത്തായി ആണ്. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുവാൻ ഖുർആനിനെ നാം എളുപ്പമാക്കി തന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ആ ചോദ്യം. ആ ആയത്ത് എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം തഫ്സീർ എടുത്തുകൊണ്ട് ആ ആയത്തിൻ്റെ വിവർത്തനം ഒക്കെ നോക്കി. അതിനെക്കുറിച്ച് 3.5 മിനിറ്റ് 6 മിനിറ്റ് സംസാരിക്കുവാനായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അതിനെ സംബന്ധിച്ച് വല്ലതും കിട്ടുമോ എന്ന് അടുത്ത സൂറത്തിലേക്ക്, സൂറത്തു ത്വാഹയിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ടത് മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ക. ഖുർആനിനെ നാം ഇറക്കിയത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ വേണ്ടിയല്ല. അപ്പോൾ ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ് എന്നും ഖുർആൻ പഠിക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ല എന്നും ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്. അങ്ങനെ എന്തുകൊണ്ട് എന്നും പാരായണം ചെയ്യുന്ന ഖുർആൻ സൂറത്തുകൾ എനിക്ക് മനഃപ്പാഠമാക്കിക്കൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ സൂറത്തുൽ മുൽക്ക്, സജദ, റഹ്മാന്, ആഴ്ചയിൽ നമ്മൾ ഓതുന്ന, വെള്ളിയാഴ്ചകളിൽ ഓതുന്ന സൂറത്തുൽ കഹ്ഫ്, അതേപോലെ സൂറത്തു ത്വാഹ, യാസീൻ എന്നിങ്ങനെയുള്ള സൂറത്തുകൾ എനിക്ക് മനഃപ്പാഠമാക്കാൻ സാധിച്ചു. മാഷാ അല്ലാഹ്, അത് എനിക്കൊരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഒരു ആയത്തെടുത്ത് വായിക്കുമ്പോഴേക്കും അടുത്ത ആയത്ത് പഠിക്കണമെന്നുള്ള ഒരു ത്വര മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ആയത്തും മടി കൂടാതെ പഠിച്ചു. ഞാൻ 5-6 സൂറത്തുകൾ മനഃപ്പാഠമാക്കി. മാഷാ അല്ലാഹ്, ഇനിയും ഖുർആൻ പഠിക്കുവാനും അതിൻ്റെ ഖുർആനിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും ഖുർആനിൻ്റെ തണലിൽ ജീവിച്ചു മരിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.